നാം വിമാനത്തിലേക്ക് കയറാൻ ചെല്ലുന്ന സമയത്ത് വിമാനത്തെ നോക്കുമ്പോൾ അതിന് വലിയ പൊക്കമില്ലാത്തതുപോലെ നമുക്ക് തോന്നും. എന്നാൽ വിമാനത്തിനകത്ത് കയറിയിരുന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ നാം എങ്ങനെയാണ് കാണുന്നതെന്നറിയാമോ? സാധാരണക്കാട്ടിലും വലിപ്പം കുറഞ്ഞവരായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ വിമാനം റൺവേയിൽ കൂടെ ഓടി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി പറക്കുമ്പോൾ താഴത്തെ കാഴ്ചകൾ എന്ത് ചെയ്യുന്നെന്നറിയാമോ? വിമാനത്തിനകത്തിരുന്ന് കാണുമ്പോൾ ചെറുതായി ചെറുതായി അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുറേ ഉയരങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നീട് നാം താഴോട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ കാഴ്ചപ്പാട് ഈ ലോകത്തിലേക്കാണെങ്കിൽ ലോകത്തിലെ വസ്തുക്കൾ നമുക്ക് വലുതായിട്ട് തോന്നും. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉയരത്തിലേക്കാണ് എങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ഉയരുന്നതിനനുസരിച്ച് നാം ഈ ലോകത്തിൽ കാണുന്നതായ താടിമൂടികളും വസ്തുവകകളും സമ്പത്തുകളും അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം എന്തെല്ലാം കാണുന്നുവോ അതിൻ്റെ വലിപ്പം കുറഞ്ഞ് കുറഞ്ഞ് അത് നമ്മുടെ ആത്മീക ദൃഷ്ടിയിൽ നിന്ന് അപ്രതീക്ഷിതമാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അതായത് പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ഈ ലോകത്തിൽ താൻ കണ്ടത് ഒരു കാലത്ത് തനിക്ക് ലാഭമായിരുന്നതിനെ താൻ ഛേദമെന്നെണ്ണി. എന്തുകൊണ്ട് ആ ഛേദമെന്നെണ്ണി എന്നറിയാമോ? അവന്റെ കാഴ്ചപ്പാട് ഉയരത്തിലെ കാഴ്ചപ്പാടായിരുന്നു. ഉയരത്തിലെ കാഴ്ചപ്പാട് കൊണ്ട് അവന്റെ ജീവിതം നിറയപ്പെട്ടപ്പോൾ ഈ ഭൂമിയിലുള്ളതൊന്നും അവന് ഛേദമായിട്ട് തീരുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലെ ഒരു ക്രിസ്തീയ ജീവിതം നാം നയിക്കുന്നുവെങ്കിൽ നമുക്ക് പറയുവാൻ പറ്റും, ഞാൻ പൗലോസിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിജയപ്രദമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.